ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വരുൺ രാധികയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയങ്കയുടെ മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട്. രാധിക മറഞ്ഞു നിൽക്കുന്നു. മുത്തശ്ശി പറയുന്നുണ്ട്, മോന് പോകാൻ സമയമായി വാന്നും പറഞ്ഞ് അകത്തേക്ക് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. മുത്തശ്ശി പ്രിയങ്കയുടെ അടുത്തേക്കും ചെല്ലുന്നുണ്ട്. പ്രിയങ്കയോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ. രാധിക പ്രിയങ്കയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പ്രിയങ്കയോട് പറയുന്നുണ്ട്, ഞാൻ ഒരു ചരട് ജപിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന്. വരുണിന് നിന്നോട് നല്ല സ്നേഹം തോന്നാനും നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നം തീരാനും വേണ്ടിയാണ് ഈ ചരട് നീ തന്നെ കെട്ടിക്കൊടുക്കണമെന്നൊക്കെ പറയുന്നു. മുത്തശ്ശി അപ്പോൾ വിചാരിക്കാണ്, ഇവൾ ഈ ചരട് കൊണ്ടുവന്നിരിക്കുന്നത് പ്രിയങ്കയും വരുണിനെയും അകറ്റാൻ വേണ്ടിയായിരിക്കും, ആ ഉദ്ദേശത്തോടെ തന്നെയായിരിക്കുമെന്നൊക്കെ. എന്തായാലും ഈ ചരട് ഇവളെ കൊണ്ട് തന്നെ കെട്ടിക്കാമെന്നൊക്കെ വിചാരിക്കാണ്. മുത്തശ്ശി രാധികയോട് പറയുന്നുണ്ട്, നീ എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ച് വരുണിന്റെ അടുത്തേക്ക് പോകുന്നു. രാധികയോട് മുത്തശ്ശി പറയാണ്, നീ തന്നെ വരുണിന്റെ കയ്യിൽ കെട്ടിക്കൊടുത്താൽ മതിയെന്ന്. രാധിക വേറെ വഴിയില്ലാതെ വരുണിന്റെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുകയാണ്. വരുണിന് ചരട് കെട്ടിക്കൊടുക്കുമ്പോൾ വരുൺ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. വരുൺ താലി കെട്ടിയ കാര്യമൊക്കെ ഓർക്കുന്നു. രാധിക പൂജാരി പറഞ്ഞ കാര്യവും ഓർക്കുകയാണ്. ചരട് കെട്ടിക്കഴിഞ്ഞാൽ ഭർത്താവിന് ഭാര്യയോട് കൂടുതൽ സ്നേഹം തോന്നുമെന്നൊക്കെ പറഞ്ഞ കാര്യം ഓർക്കുന്നു. ചരടൊക്കെ കെട്ടിയതിന് ശേഷം രാധിക താഴേട്ട് കുനിയുമ്പോൾ മാല വെളിയിൽ വരുന്നുണ്ട്, താലി വെളിയിൽ വരുന്നു. മുത്തശ്ശി ആ താലി കാണുന്നുണ്ട്. മുത്തശ്ശി രൂക്ഷമായിട്ട് രാധികയെ നോക്കുന്നുണ്ട്. രാധികയ്ക്ക് അപ്പോൾ മനസ്സിലാകുന്നുണ്ട്. രാധിക അപ്പോൾ താലി പൊത്തിപ്പിടിക്കുന്നുണ്ട്. വരുണയും പ്രിയങ്കയും അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം രാധിക ഓടി റൂമിലേക്ക് പോകുന്നുണ്ട്. രാധിക പൂജാമുറിയിലേക്ക് ഓടിപ്പോയിട്ട് കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ്, എന്റെ താലി സംരക്ഷിച്ചോണേ എന്നൊക്കെ പറഞ്ഞിട്ട്. മുത്തശ്ശി അപ്പോൾ രാധികയെ വിളിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ട് വന്നേന്നൊക്കെ പറഞ്ഞിട്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, രാധിക കഴുത്തിൽ താലി അണിഞ്ഞിട്ടുണ്ട്, അവൾ അന്ന് ആ താലി കണ്ടില്ല എന്നൊക്കെ കള്ളം പറഞ്ഞതാണെന്നൊക്കെ പറയുന്നു. യശോദ പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്തോ തെറ്റു പറ്റിയതാണെന്നൊക്കെ. രാധിക അവിടേക്ക് വരുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ നിന്റെ താലി കാണിക്കാനെന്ന് പറയുന്നു. രാധിക പക്ഷെ കാണിച്ചു കൊടുക്കുന്നില്ല. മുത്തശ്ശി ബലമായിട്ട് രാധികയുടെ മാല പിടിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അതിൽ താലി കാണുന്നില്ല. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇവളുടെ കഴുത്തിൽ ഞാൻ താലി കണ്ടതാണ്, ഇവൾ അതെവിടെയോ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കും, അതിനുശേഷം ഇവൾക്ക് ഉറപ്പായിട്ടും ശിക്ഷയുണ്ടെന്നൊക്കെ പറയുന്നു. മുത്തശ്ശി അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. യശോദ രാധികയോട് പറയുന്നുണ്ട്, നിന്നെ വരുൺ കണ്ടത് കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്നൊക്കെ. രാധിക ഉടനെ തന്നെ പൂജാമുറിയിലേക്ക് വരുന്നുണ്ട്. കൃഷ്ണനോട് നന്ദി പറയുന്നുണ്ട് സഹായിച്ചതിന്. രാധിക പൂക്കളുടെ ഇടയിൽ ഇരിക്കുന്ന താലി എടുത്തിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് മുത്തശ്ശിയും വരുണിന്റെ അമ്മയുമാണ്. രണ്ടുപേരും പ്രിയങ്കയുടെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളോട് ഇതുവരെയും സംസാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പെട്ടെന്ന് പ്രിയങ്ക റൂമിലേക്ക് വരുന്നുണ്ട്. ആഭരണവുമായിട്ടാണ് വരുന്നത്. പ്രിയങ്ക പറയുന്നുണ്ട്, ഈ ആഭരണമൊക്കെ മുത്തശ്ശിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ. വരുൺ എന്നെ ഇഷ്ടമല്ലെങ്കിലും ഈ വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഒരുപാട് മിസ് ചെയ്തത്, നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നല്ലോ എന്നൊക്കെ പറയാണ്. നിങ്ങളെ രണ്ടുപേരെയും ഇനി എനിക്ക് ഒരിക്കലും പിരിയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക രണ്ടുപേരെയും സോപ്പിടുകയാണ്. പ്രിയങ്കയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മുത്തശ്ശിക്കും അമ്മയ്ക്കും സന്തോഷമാകുന്നുണ്ട്. രണ്ടുപേരും പ്രിയങ്കയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്